പരാജയങ്ങളിൽ നിന്നും എങ്ങനെ പഠിക്കുക? ഹൗ ടു ലേൺ ഫ്രം ഫെയിലിയേഴ്സ്. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് പരാജയങ്ങളും വിജയങ്ങളും അടങ്ങിയ ഒരു സംയുക്തമാണ്. യഥാർത്ഥത്തിൽ ഓരോ പരാജയങ്ങളും ഓരോ വിജയത്തിന്റെ മുന്നോടിയായിട്ടുള്ള പരീക്ഷണങ്ങളാണ് എന്ന് നമ്മൾ അതിനെ കാണേണ്ടതായിട്ട് ആണ്. ഓരോ കഥകളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യം. നമുക്ക് അറിയേണ്ട പ്രചോദനാത്മകമായ ചില ചിന്തകൾ ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം. എവരി ഫെയിലിയർ കണ്ടെയ്ൻസ് ദ സീഡ് ഓഫ് ആൻ ഈക്വൽ ഗ്രേറ്റർ സക്സസ് എന്ന് നെപ്പോളിയൻ ഹിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ പരാജയത്തിലും തുല്യമായതോ അതിലും വലുതോ ആയ ഒരു വിജയത്തിന്റെ വിത്ത് അടങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇതിനകത്തോടെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഓപ്ര വിൻഫ്രയുടേത്. അവർ പറഞ്ഞു, ഫെയിലിയർ ഈസ് ജസ്റ്റ് ലൈഫ് ട്രൈങ് ടു സ്റ്റീർ അസ് ഇൻ എ ഡിഫറെന്റ് ഡയറക്ഷൻ. അതായത് നമ്മളെ മറ്റൊരു ദിശയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റീറിംഗ് മാത്രമാണ് പരാജയം എന്നുള്ളത്. തീയിൽ നിന്നും കുരുത്തു വന്ന ഒരു ജീവിതമാണ് അവരുടേത്. 1954 മിസിസിപ്പിയിൽ ജനിച്ച ഓപ്ര അതീവ ദാരിദ്ര്യത്തിലും സെക്ഷൽ അബ്യൂസ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ ജീവിതം ഒരു പരീക്ഷണമായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. 14-ാം വയസ്സിൽ ഗർഭിണിയായെങ്കിലും കുഞ്ഞ് മരിക്കുകയുണ്ടായി. അതിനുശേഷം പിതാവിന്റെ പ്രേരണയോടെ വിദ്യാഭ്യാസം തുടരുകയും പ്രാദേശിക റേഡിയോ നിലയത്തിൽ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. അത് അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. മാധ്യമ ലോക ജീവിതത്തിലേക്ക് അവർ കടക്കുകയും പിന്നീട് അതിലെ തന്നെ ഒരു അതികായയായി അവർക്ക് വളരുവാനും സാധിച്ചു. അവരുടെയൊക്കെ ജീവിതം നമുക്ക് പല സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ തരുന്നതുണ്ട്. കാരണം പല പല ഫെയിലിയർ കൊണ്ട് നമ്മൾ മാനസികമായി തളർന്ന് ഓരോരോ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നത് നമ്മളിപ്പോൾ ധാരാളമായി കാണാറുണ്ട്. പല കുട്ടികളും പരീക്ഷാ ഭീതി അല്ലെങ്കിൽ പരീക്ഷാ ഫെയിലിയർ ഭയന്ന് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ നിത്യേന മാധ്യമങ്ങളിലൂടെ വായിച്ച് അറിയുന്നതാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികളെ ആളുകൾ എങ്ങനെ തരണം ചെയ്തു എന്നുള്ള പല കഥകളും നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യുന്നതിൽ നിർണായകമായിട്ടുള്ള ആണിക്കല്ലുകളായി പ്രവർത്തിക്കുന്നതാണ്. അതായത് പരാജയം ഒരു അവസാന വാക്കല്ല, ഒരു പാഠമാണ്. ഓപ്പറയുടെ ആദ്യ TV ജോലിയിൽ നിന്ന് അവരെ പുറത്താക്കി. അവരുടെ പ്രസന്റേഷൻ സ്റ്റൈല് ഒരു TV ഷോയ്ക്ക് അനുയോജ്യമല്ല എന്ന് വിധിയെഴുതി അവരെ അതിൽ നിന്നും പുറത്താക്കി. വളരെയധികം കേട്ടുപഴകിച്ച ഒരു കഥ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രജാക്ഷേമ തൽപരനായി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവ് പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു അയൽ രാജ്യത്തിൽ നിന്നുള്ള ആക്രമണത്താൽ അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. തൻ്റെ ഭരണം നഷ്ടമാവുകയും അദ്ദേഹം ഒളിച്ചോടാൻ നിർബന്ധിതനാകുകയും ചെയ്തു. അദ്ദേഹം പരാജയത്തിൽ നിന്നും രക്ഷപ്പെട്ട് തൻ്റെ ജീവൻ നിലനിർത്തുന്നതിനായി ഒരു കാട്ടിൽ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. വളരെയധികം ക്ഷീണിതനായി നിരാശനായി ഗുഹയിൽ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചിലന്തി ഒരു വല കെട്ടുന്നതായി കണ്ടു. അനേകം പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ചിലന്തിക്ക് ഒരു ഭാഗത്തു നിന്നും ചാടി മറ്റൊരു ഭാഗത്ത് എത്തിച്ചേരാൻ സാധിച്ചത്. പല പല ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് ശേഷമാണ് ചിലന്തിക്ക് ഒരു കൂട് ഉണ്ടാക്കാൻ സാധിച്ചത്. അദ്ദേഹം ചിന്തിച്ചു, ഒരു ചിലന്തി എന്തുമാത്രം ത്യാഗം സഹിച്ചാണ് അവസാനം തൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതെന്ന്. ഇതുപോലെയാണ് ജീവിതമെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും എത്രയും വേഗം തൻ്റെ ശത്രുവിനെ പരാജയപ്പെടുത്തി തൻ്റെ രാജ്യം തിരിച്ചു പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അവിടെ 10 മടങ്ങ് വർദ്ധിക്കുകയും തന്നോടൊപ്പം പലായനം ചെയ്ത ഏതാനും സൈനികരെ ഉൾപ്പെടുത്തി അദ്ദേഹം തന്ത്രപൂർവ്വം പ്രത്യാക്രമണം നടപ്പാക്കുകയും അതുവഴി തൻ്റെ രാജ്യം തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്: പരാജയം എപ്പോഴും വിജയത്തിന്റെ മുന്നോടിയാണ് എന്നുള്ളത്. ഇതുപോലെ മഹാരഥന്മാരുടെ ധാരാളം കഥകളുണ്ട്. നമുക്കറിയാം, വിഖ്യാതമായിട്ടുള്ള നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പരാജയമാണ് പിന്നീട് അദ്ദേഹത്തിനെ ഒരു മിസൈൽ മാൻ എന്ന സയന്റിസ്റ്റാക്കി മാറ്റിയത്. പൈലറ്റ് ജോലിക്ക് അപേക്ഷിച്ച അദ്ദേഹം ഇന്റർവ്യൂവിൽ 9ാമതായി എത്തുകയും 8 പേരെ മാത്രം ജോലിക്ക് എടുക്കുകയും ചെയ്തു. 9ാമതായി എത്തിയതിനാൽ അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല. ഇതിൽ നിന്നും അദ്ദേഹം പൂർവാധികം വാശിയോടുകൂടി അടുത്ത തന്റെ പ്രവർത്തന മേഖലയിലേക്ക്, അതായത് ISROയിൽ എത്തുകയും അവിടുത്തെ പരമോന്നത ശാസ്ത്രജ്ഞനായി ഉയരുകയും പിന്നീട് ഇന്ത്യയുടെ പ്രഥമ പൗരനായി മാറുകയും ചെയ്തു. ഇതുപോലുള്ള ഒത്തിരി ജീവിതകഥകൾ നമുക്ക് നിത്യജീവിതത്തിൽ കാണാൻ സാധിക്കും. ഗാനഗന്ധർവനായ യേശുദാസ് ഒരു ജോലിക്ക് അപേക്ഷിച്ച് കേരള ആകാശവാണിയിൽ എത്തുകയും അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു നല്ല ശബ്ദമല്ല എന്ന് അവർ വിധിയെഴുതുകയും അവിടെ നിന്ന് ജോലി ലഭിക്കാതെ തിരികെ പോന്ന് സ്വന്തമായി ഒരു പാത വെട്ടിത്തെളിച്ച് ജീവിത വിജയം നേടുകയും ആ ഒരു പരാജയം അദ്ദേഹത്തിനെ ഗാനഗന്ധർവൻ എന്ന പദവിയിലേക്ക് എന്നും ലോകം അറിയപ്പെടുന്ന ഒരു വിഖ്യാത ഗായകനാക്കി മാറ്റുകയും ചെയ്തു. 10,000-ത്തിലധികം തവണ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷമാണ് എഡിസന് ബൾബ് കണ്ടുപിടിക്കാൻ സാധിച്ചത്. ഇതുപോലെ 100 ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതിൽ നിന്നും നമുക്ക് നൽകുന്ന പാഠം, ഒരിക്കലും പരാജയം എന്നത് ഒരു അവസാന വാക്കല്ല,
എപ്പോഴും അത് പൂർവാധികം ശക്തിയോടെ വിജയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് തിരിച്ചറിയുക. ഇത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു കാൽവെപ്പായിരിക്കും.